ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് തിരുവചന ധ്യാനത്തിനും പഠനത്തിനുമായി കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നാം സമർപ്പിക്കപ്പെടുന്നത്. ഈ ശുശ്രൂഷകൾ നമ്മളുടെ ജീവിതത്തിന് രൂപാന്തരമുണ്ടാകുവാൻ തക്കവണ്ണം, കേൾക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പലപ്പോഴും ദൈവവചനം വായിക്കുന്നവരായി മാത്രം തീരാതെ ദൈവവചന വായനയോടുകൂടി ധ്യാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈവവചനം വായിക്കുകയല്ല, ധ്യാനിക്കുകയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളുമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം ആവർത്തിച്ച് ധ്യാനിക്കുമ്പോൾ നാം വായിക്കുന്ന വേദവചനത്തിൽ നമുക്കായി ദൈവം ഒരു കരുതൽ ഒളിച്ചു വച്ചിട്ടുണ്ട്, ഒരു നിധി ഒളിച്ചു വച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നമ്മളുടെ രോഗത്തിന് സൗഖ്യം, നമ്മളുടെ വേദനയ്ക്ക് ആശ്വാസം, ഓരോ മനുഷ്യനും ആവശ്യമായ ദൈവാനുഗ്രഹം ആ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവം സംഗ്രഹിച്ചിരിക്കുന്നു. നാം തിരുവചനം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വട്ടം വായിച്ച്, 2 വട്ടം വായിച്ച്, പല നാം അത് ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കരുതി വെച്ചതായ ഒരു സമ്മാനം, ഒരു അനുഗ്രഹം ആ വേദവാക്യത്തിൽ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ ആ വേദഭാഗത്തിൽ, ആ വചനത്തിൽ എന്നോട് സംസാരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് വചനത്തെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ കർത്താവിനെ കണ്ടുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ തലോടുന്ന എൻ്റെ കർത്താവിനെ ഈ വചനത്തിലൂടെ കണ്ടുകൊണ്ട് ദൈവവചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടിയിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് നാം ധ്യാനിക്കുന്ന വേദവചനത്തിലൂടെ ദൈവികമായ പൊരുളുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ആ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നല്ല നിലങ്ങളായി നമുക്കൊരുക്കി സമർപ്പിക്കാം. മറ്റ് പലവിധമായ ചിന്തകളും വെടിഞ്ഞ് കർത്താവിലേക്ക് നോക്കി വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ കൃപാവരങ്ങൾ സഭയിലും അവിടുത്തെ മക്കൾക്കും നൽകിയിരിക്കുന്നുവല്ലോ. ദൈവമേ, ആ കൃപാവരങ്ങളൊക്കെയും പൊതുവായ നന്മയ്ക്ക് വേണ്ടി ആകുന്നു എന്ന് അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ ആത്മാവിനെയല്ല, പൊതുവായ നന്മയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ പ്രാപിക്കുവാനും അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കി സമർപ്പിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതവും ഞങ്ങളുടെ ശുശ്രൂഷകളും
ഞങ്ങളുടെ കൂട്ടായ്മകളും ഞങ്ങളുടെ വേദപഠനങ്ങളുമെല്ലാം ഉതകുവാൻ തക്കവണ്ണം ദൈവമേ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ താഴ്ത്തി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, മാനവും മഹത്വവും അവിടുത്തേക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വിവിധ കൃപാവരങ്ങളെക്കുറിച്ച് ആയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവം സൗജന്യമായി തൻ്റെ മക്കൾക്ക് നൽകുന്നു. ആ സൗജന്യമായി നൽകുന്നതായ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ സഭയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാണ് നൽകപ്പെടുന്നത്. അത് ദൈവവചനം പ്രഘോഷിക്കുന്നവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ ദൈവ കൂട്ടായ്മകളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ആകുവാൻ പാടില്ല എന്നും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി നൽകുന്നതായ അവരുടെ നന്മയ്ക്ക് വേണ്ടി, പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ തൻ്റെ മക്കൾക്ക് നൽകുന്നത് എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് ഇതിൻ്റെ തുടർവാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ആരാധനകളിൽ, നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ ആത്മാവിലായിരിക്കണം നാം പ്രാപിക്കേണ്ടത്. നിസ്വാർത്ഥതയുടെ ആത്മാവിനെയാണ് നാം പ്രാപിക്കുന്നത്. സ്വാർത്ഥത ലവലേശമില്ലാതെ അത് ദൈവസഭയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാണ് നാം പ്രാപിക്കുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങൾ, അച്ഛനോടൊപ്പം ആ വേദവാക്യം നമുക്ക് ഒന്ന് ചേർന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ ശിമോൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നാം കാണുന്നുണ്ട്. ശിമോൻ എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു, ഒരാഭിചാരക്രിയ ചെയ്യുന്നയാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നത്. അവൻ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അത്ഭുതങ്ങൾ നടത്തുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, അന്ധന്മാർ കാണുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലം ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പണം കൊടുത്തിട്ട് ഈ നൽവരം പ്രാപിക്കാനായിട്ട് ശ്രമിച്ചു. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 18-ാമത്തെ വാക്യത്തിൽ, 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് പണം വാഗ്ദാനം ചെയ്തു. ഞാൻ ഒരുവൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ ദൈവം ശിഷ്യന്മാരെ നിയോഗപ്പെടുത്തി. നിങ്ങൾ ഭൂമിയിലൊക്കെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പോയി സ്നാനപ്പെടുത്തുവാൻ ആണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ചത്. അവർ തങ്ങളുടെ കൈവപ്പിലൂടെ അനേകം പേർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും ദൈവമക്കൾ പ്രാപിക്കുന്നു ശിഷ്യന്മാരിലൂടെ.
അങ്ങനെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കുന്ന ഈ നൽവരം എനിക്കും വേണം. ഈ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ശിമോനാണ്. അദ്ദേഹം ഒരു മന്ത്രവാദിയാണ്, ആഭിചാരക്കാരനാണ്, പൈശാചികമായ സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ശിഷ്യന്മാർക്ക് പണം കൈക്കൂലിയായി കൊടുത്ത് വാങ്ങുവാനായിട്ടാണ് അവൻ ആഗ്രഹിച്ചത്. അപ്പോൾ പത്രോസ് അവനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. 20-ാമത്തെ വാക്യം നാം ഒന്ന് വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് വാങ്ങാമെന്ന് നീ നിരൂപിച്ചതുകൊണ്ട് നിൻ്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ദൈവാത്മാവിൻ്റെ വരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവാത്മാവിൻ്റെ വരത്തെ നീ പണം കൈക്കൂലിയായി കൊടുത്ത് പണം കൊണ്ട് നേടാം എന്നുള്ള ഒരു വ്യാമോഹം നിൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് നിൻ്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകും. മാത്രമല്ല, നിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥതയില്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് ഒരു പങ്കും ഒരു ഓഹരിയുമില്ല. അതുകൊണ്ട് നീ ഈ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിൻ്റെ ഈ ചിന്തയിൽ വന്ന പാപം ദൈവം ക്ഷമിക്കും. അച്ഛൻ പറയുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തെ എങ്ങനെയാണ് ദൈവമക്കൾ പ്രാപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. ദൈവത്തോട് ചേരുന്ന മക്കൾക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുന്ന മക്കൾക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നൽകുന്നു. അത് ദൈവമാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്. അത് പരിശുദ്ധ സ്ലീഹന്മാരുടെ കൈവപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാനുള്ള അധികാരവും അവകാശവും കർത്തൃസ്ലീഹന്മാർക്ക് മശീഹാ തമ്പുരാൻ നൽകി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള സർവ്വ അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അവരിലൂടെ പ്രവർത്തിച്ചു. ഞാനും നിങ്ങളും ദൈവാത്മാവിൻ്റെ ഈ അഭിഷേകം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ അളവില്ലാത്ത ദാനമാണ് അഭിഷേകമായി നൽകുന്നത്. അവിടെയാണ് ഈ ആത്മാവിൻ്റെ സുഹൃതങ്ങളെ വശത്താക്കുവാൻ തക്കവണ്ണം തൻ്റെ സമ്പത്ത് കൊടുത്ത് ഈ വരത്തെ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പിന്നിൽ സ്വാർത്ഥതയാണ്. അതൊരു പക്ഷേ എൻ്റെ അധികാരത്തിൻ്റെ ആത്മീയമായ അന്ധത, എൻ്റെ അധികാരവും പദവിയും അതോടൊപ്പം സമ്പത്തും വന്നു ചേരുവാനുള്ള ഒരു മുഖാന്തരമാക്കി ഈ അഭിഷേകം എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ്. നിന്നോടൊപ്പം നിൻ്റെ പണവും നശിച്ചു പോകും. അവർക്കൊരിക്കലും ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുവാനോ പൊതുനന്മയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനോ ദൈവാത്മാവിനെ പകർന്നു കൊടുക്കുവാനോ കഴിയില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഒരുപാട് ആത്മീയ ആചാര്യന്മാരെ വിവിധ തലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലയിടത്തും ഇതേപോലെയുള്ള ശീമോൻ്റേതായ സ്വാർത്ഥ ആഗ്രഹം കൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആയിത്തീരുകയോ ആയിത്തീരുവാൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നാശങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അളവില്ലാത്ത ദാനം ദൈവം സൗജന്യമായിട്ടാണ് ദൈവമക്കൾ നൽകുന്നത്. അതിനെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൈക്കലാക്കാൻ ആര് ശ്രമിച്ചാലും ഈ ശീമോന് വന്നതായ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള വൈകല്യങ്ങൾ ക്രൈസ്തവ സഭയിൽ ഉണ്ടാകുവാൻ പാടില്ല. ആത്മീയ സിദ്ധികൾ വിറ്റ് കാശാക്കുവാൻ വേണ്ടിയുള്ളതല്ല. പലപ്പോഴും പരസ്യം കൊടുക്കുന്നതും അതുപോലെ തന്നെ ആത്മീയ സിദ്ധികളുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഈ സ്വാർത്ഥതയുടെ ഭാഗമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുൻപാകെ നീ മുട്ടുകുത്തുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപാകെ നിൻ്റെ ഹൃദയത്തെ പകരുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപാകെ നീ നിഷ്കളങ്കനായി ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപാകെ നീ ഒരു മകനായി തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു മകളായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്നിലേക്ക് അവൻ പകർന്നു തരും. അത് നിൻ്റെ സമ്പത്ത് കൊണ്ടോ നിൻ്റെ കഴിവ് കൊണ്ടോ നിൻ്റെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല. നിൻ്റെ നിഷ്കളങ്കമായ ഭാവത്തിലൂടെ ഉള്ള ആരാധനയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം തമ്പുരാൻ നമുക്ക് സൗജന്യമായി നൽകുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് കൃപാവരങ്ങളെപ്പറ്റി നൽകുന്ന ലിസ്റ്റിൽ 9 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വേദഭാഗത്തിൽ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 12-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ 9 കൃപകളെക്കുറിച്ച് പൗലോസ്ലീഹ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 7-ാമത്തെ വാക്യം: എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അടിവരയിട്ട് നമുക്ക് ചിന്തിക്കാം. ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നൽകപ്പെടുന്നത് പൊതു പ്രയോജനത്തിനായിട്ട് ആകുന്നു. അതിപ്രകാരമാണ്: ഒരുവന് ആത്മാവിനാൽ ജ്ഞാനവും ആ ജ്ഞാനത്തിൻ്റെ വചനവും, മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. മറ്റൊരുവന് ആത്മാവിനാൽ വിശ്വാസമാണ്. അപ്പോൾ 9 കാര്യങ്ങളിൽ ആദ്യത്തെ 3 കാര്യങ്ങളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ആദ്യത്തെ 3 വിജ്ഞാനം, 2 അറിവ്, 3 വിശ്വാസം. ഇതാണ് ദൈവാത്മാവിൻ്റെ കൃപാവരങ്ങളിലെ 3 കാര്യങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുവന് ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് കൃപാവരങ്ങൾ നൽകപ്പെടുന്നത്. ഈ എല്ലാ കൃപാവരങ്ങളും ഒരുവന് തന്നെ ഉണ്ടാകണമെന്നില്ല. ഒരുവന് പക്ഷേ ജ്ഞാനമായിരിക്കാം, ഒരുവന് പക്ഷേ പരിജ്ഞാനമായിരിക്കാം, ഒരുവന് പക്ഷേ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയായിരിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നു. രണ്ടാമതായിട്ട് വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്: ഒരുവന് ആത്മാവിനാൽ രോഗശാന്തിയുടെ വരങ്ങൾ. 9-ാം വാക്യം: ഒരുവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രോഗശാന്തിയുടെ വരങ്ങൾ ലഭിക്കുന്നു. മറ്റൊരുവന് അത്ഭുത പ്രവൃത്തികളായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ലഭിക്കുന്നത്. മറ്റൊരുവന് പ്രവചനം ആയിരിക്കാം. അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ വിജ്ഞാനം, അറിവ്, വിശ്വാസം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് രോഗശാന്തിയുടെ വരം, അത്ഭുത പ്രവൃത്തികളുടെ വരം, പ്രവചനത്തിൻ്റെ വരം. മൂന്നാമതായിട്ട് വീണ്ടും കാണുന്നത് ഒരുവന്
ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ 9 കാര്യങ്ങളാണ്. 1 വിജ്ഞാനമാണ്, 2 അറിവാണ്, 3 വിശ്വാസമാണ്, 4 രോഗശാന്തി, അത്ഭുതപ്രവൃത്തി, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, ഭാഷകൾ, വ്യാഖ്യാനം. ഇവയെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന കൃപാവരങ്ങളാണ്. പരിശുദ്ധ സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാവരിലും ഒരാളിൽ തന്നെ വ്യാപരിക്കണമെന്നില്ല. ദൈവികമായ ജ്ഞാനം ലഭിച്ചവരുണ്ട്, ദൈവത്തിൽ തികഞ്ഞ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരം പ്രാപിച്ചവരുണ്ട്, പലയിടത്തും ചില അത്ഭുതങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുവാനുള്ള വരം ലഭിച്ച ആളുകളുണ്ട്, ആത്മാക്കളുടെ വിവേചനം ഉണ്ടാകുന്ന ആളുകളുണ്ട്, ചിലർ വിവിധ ഭാഷകൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഉള്ളവരുണ്ട്, ആ ഭാഷകളെ വ്യാഖ്യാനിക്കുവാനുള്ള കൃപാവരം പ്രാപിച്ചവരുമുണ്ട്. ഇതെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ് ദൈവമക്കൾക്ക് നൽകപ്പെടുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. ഒന്ന് ശ്രേഷ്ഠമെന്നോ ഒന്ന് പ്രധാനപ്പെട്ടതെന്നോ ഒന്ന് അപ്രധാനമെന്നോ പറയാനില്ല. ഈ വരങ്ങളെല്ലാം പ്രധാനമുള്ളവയാണ്. ഓരോ വ്യക്തികളിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ ഏക ശരീരമാകുന്ന സഭയുടെ പൊതുവായ നന്മയ്ക്ക് ദൈവത്തിൻ്റെ അളവില്ലാത്ത ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയാണ്. ഉദാഹരണമായിട്ട് നാം ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ഒന്നാണ്. പക്ഷേ ഓറഞ്ച് നമ്മൾ അത് പൊളിച്ചു നോക്കുമ്പോൾ അതിന് വിവിധ അല്ലികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവിധ ദളങ്ങളായിട്ടാണ് ഒരു ഓറഞ്ചിൻ്റെ വിവിധ അല്ലികൾ ചേർന്നതാണ് ഒരു ഓറഞ്ചിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഈ അല്ലികളെല്ലാം കൂടെ ചേർന്ന് ഇരിക്കുമ്പോഴാണ് അതിനെ ഓറഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ 9 കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ഉള്ളിലുള്ള വിവിധ കൃപാവരങ്ങളാണ് നാം ഈ വായിച്ച് കേട്ടത്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത് ഫലങ്ങൾ എന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്നല്ല, ഒരു വൃക്ഷത്തിൽ പിടിക്കുന്ന വ്യത്യസ്തങ്ങളായ ഫലം. വൃക്ഷമൊന്നേയുള്ളൂ, ആ വൃക്ഷത്തിൽ പിടിക്കുന്നതായ വിവിധ കായ്കനികൾ. അതിനെ ഇവിടെ വ്യാഖ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നാണ്. 5:22 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആത്മാവിൻ്റെ ഫലം, ഫലങ്ങൾ എന്നല്ല, ആത്മാവിൻ്റെ ഫലമെന്നാണ്. ആത്മാവിൻ്റെ ഫലം എന്താണ്? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മീയ നിയന്ത്രണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓറഞ്ചിലുള്ള വ്യത്യസ്തമായ അല്ലികളാണ് ഈ പറഞ്ഞതെല്ലാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നവഫലം, 9 ഫലം, 9 അല്ലികൾ ഒരുമിച്ചുള്ളതാണ് ആത്മാവിൻ്റെ ഫലം. ഈ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ വിവിധ അല്ലികളാണ് സ്നേഹവും
സന്തോഷവും സമാധാനവും, ദീർഘക്ഷമയും ദയയും പരോപകാരവും, വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും. ഇത് വ്യത്യസ്തങ്ങളാണെങ്കിലും, വ്യത്യസ്തങ്ങളായി ഇത് പ്രവർത്തിക്കുന്നു എങ്കിലും ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഏക ഫലമാണ്. ഏക ഫലത്തിൻ്റെ വിവിധങ്ങളായ പ്രവൃത്തികളാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് കാണുവാൻ കഴിയുന്നത്. അവിടെ ആത്മാക്കളുടെ വിവേചനത്തെക്കുറിച്ചും ഭാഷകളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നത് ഒന്നിനേക്കാൾ ശ്രേഷ്ഠമല്ല. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ വരങ്ങളുടെ പ്രവൃത്തികളാണ്, അതിൻ്റെ റിസൾട്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുടെ ഫലത്തെക്കുറിച്ചും പരിശുദ്ധാത്മ ഫലത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ 9 ദിശകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നാം വായിച്ചു കേട്ടതായ 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കേട്ടു 9 കൃപാവരങ്ങളെക്കുറിച്ചും പൗലോസ് പഠിപ്പിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഫലം 9, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ 9. ആത്മാവിൻ്റെ ഫലം 9, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ 9. അങ്ങനെ കൃപാവരങ്ങളും ഫലവും 2 വ്യത്യസ്തങ്ങളായ ദിശകളെ നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഫലം ഒരു വൃക്ഷത്തിൽ പിടിക്കുന്നതായ കൈകളെപ്പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച മക്കളിൽ ഉണ്ടാകുന്നതായ ഫലം, റിസൾട്ടാണ്. ഒരു തൈ നട്ട് അതിനെ വളർത്തി അത് പൂവിട്ട് അത് കായ്ക്കുന്ന അനുഭവം പോലെ ദൈവാത്മാവിനാൽ നട്ടുപിടിപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ ആത്മീയമായി വളരുമ്പോൾ അവനിൽ ഉണ്ടാകുന്നതായ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് ആത്മാവിൻ്റെ ഫലം, അവനിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അങ്ങനെയുള്ള 9 കാര്യങ്ങൾ ആത്മാവിൻ്റെ ഫലമായിട്ട് ദൈവാത്മാവിൽ പ്രേരിതമായി ജീവിക്കുന്ന മക്കളിൽ ഉണ്ടാകുന്ന കായ്കനികളാണ്. ഇവിടെ നാം വായിച്ചു കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചാണ്. 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കണ്ടത് ആത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ്. ആ കൃപാവരങ്ങളെന്ന് പറയുന്നത് ദൈവികമായ പരിജ്ഞാനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്, ദൈവത്തെങ്കിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ്, രോഗശാന്തി അതിനുള്ള വരമാണ്, അത്ഭുത പ്രവൃത്തികൾക്കുള്ള വരമാണ്, അതുപോലെ തന്നെ പ്രവചനം നടത്തുവാനുള്ള വരമാണ്, ഭാഷകൾ, വിവിധ ഭാഷകൾ സ്വായത്തമാക്കുവാനുള്ള വരമാണ്, അതുപോലെ തന്നെ ആത്മാക്കളുടെ വിവേചനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള വരമാണ്, വിവിധ ഭാഷകളെ വ്യാഖ്യാനിക്കുവാനുള്ള വരമാണ്. അങ്ങനെ 9 ആത്മീയ വരങ്ങളെക്കുറിച്ചും 9 ആത്മീയ ഫലത്തെക്കുറിച്ചും പൗലോസ്ലീഹ ഈ വേദഭാഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ആത്മീയമായ കൃപാവരങ്ങൾ നമ്മിലുണ്ടോ എന്ന് ഒരാത്മപരിശോധന നമുക്ക് നടത്താം. ദൈവാത്മാവിൽ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ പൈതലെന്ന് അഭിമാനത്തോടുകൂടി ഞാനും നിങ്ങളുമൊക്കെ പറയുമ്പോൾ
വേദപുസ്തകം നാം വ്യാഖ്യാനിക്കുമ്പോൾ, വചനം നാം കേൾക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ജീവിക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മിലുണ്ടോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എവിടെയാണ് കുറവുകൾ സംഭവിച്ചു പോയത്? ആ കുറവുകളെ തിരിഞ്ഞു നോക്കി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ഈ പരിശുദ്ധാത്മ നൽവരങ്ങളെ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വേദവചന ധ്യാനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.